എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം അതിരാവിലെ എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ അടുത്ത് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരിക്കൽ കൂടി അവസരം ഒരുക്കി തന്നതിന് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ കടക്കട്ടെ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. സംസാരം അല്ലെങ്കിൽ നമ്മുടെ നാവ് തീയാണ്, ശബ്ദം തീയാണ്. അത് തന്നെ ഒരു വലിയ കാടിനെ കത്തിച്ചു കളയാൻ കഴിയും. എത്ര വലിയ ശക്തിയാണ് നമ്മുടെ നാവ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം പറയുന്ന വാക്കുകൾ 100 പ്രാവശ്യം ഒരാളെ പ്രാഗിയാൽ ഒരു പ്രാവശ്യം സാധിക്കുമെന്ന്, അത് ഫലിക്കുമെന്ന് നമ്മുടെ തത്വചിന്തകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. 100 പ്രാവശ്യം അനുഗ്രഹിച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഗ്രഹം ലഭിക്കും എന്നുള്ളതും തത്വചിന്തകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാകുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യുന്ന ആൾ ഏത് രീതിയിലുള്ള ആളായിരിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശുദ്ധിയുള്ളവനായിരിക്കണം, ഭക്തിയുള്ളവനായിരിക്കണം, നല്ല നടപ്പുള്ളവനായിരിക്കണം, ലോകത്തിൽ മാന്യതയുള്ളവനായിരിക്കണം, ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അവൻ കൊള്ളാകുന്നവനായിരിക്കണം, ദൈവം തന്നെ അവനെ സാക്ഷ്യപ്പെടുത്തണം ഇവൻ നല്ലവനാണ് എന്നുള്ളത്. ശത്രു അപ്പോൾ അവിടെ ഓടിപ്പോകും. അങ്ങനെയുള്ളവർ പറയുന്ന വാക്കുകൾ അത് അക്ഷരം പ്രതി നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ അനുഭവത്തിൽ അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യനിഷ്ഠമായിട്ടും അളന്നു കുറിച്ചതുമായിട്ടേ സംസാരിക്കാവൂ. അതിന് ദോഷം വരുന്ന രീതിയിൽ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് നമ്മളൊരു ചെറിയ തീ കത്തിച്ചാൽ വലിയ കാട് കത്തിച്ച് കളയുവാനായിട്ട്, ചാരമാക്കി കളയാനായിട്ട് കഴിയും. നാക്ക് അല്ലെങ്കിൽ നമ്മൾ നാക്കുകൊണ്ട് സംസാരിക്കുന്നത് ഒരു വലിയ തീയായി മാറും. എത്രയോ രാജ്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ ഇളക്കി എത്രയോ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവിടെ അതുപോലെ തന്നെ എത്രയോ നല്ല ആളുകൾ പ്രസംഗിച്ച് മനുഷ്യന് മാനസാന്തരങ്ങളൊക്കെ വരുത്തി നല്ല നിലയിലായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ നാക്ക്, നമ്മുടെ ശബ്ദം നമ്മൾ സൂക്ഷിക്കേണ്ടത്, വാക്ക് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഉപ്പിനോടുകൂടി രുചി വരുത്തിയതായിരിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ വാക്കുകൾ ഇപ്പോഴും നല്ലത് തന്നെ പറയുന്നതിന് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ നമ്മളെ മാതാപിതാക്കൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ പ്രാകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഒരിക്കലും ശരിയാകത്തില്ല, നന്നാകത്തില്ല എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും പറ്റും എന്നുള്ളത് നമുക്ക് അനുഭവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ ഭക്തിയുള്ള ആളുകളും ഭക്തിയില്ലാത്ത ആളുകളും ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും നല്ല വാക്ക് തന്നെ പറയുവാൻ പരിശീലിക്കണം. അത് ഞാൻ ഭക്തനായതുകൊണ്ട് ഞാൻ ശപിച്ചാൽ അത് പറ്റും, ചിലപ്പോൾ പറ്റിയെന്ന് വരാം, ഇല്ലെന്നും വരാം. ദുഷ്ടനായതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ ഫലിച്ചില്ലെന്നും വരാം. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തത് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കൂട്ടിക്കുറച്ച് കൃത്യമായി പറയുന്നതായിരിക്കണം. അത് ഈശ്വരനും മനുഷ്യനും, അല്ലെ ദൈവത്തിനും മനുഷ്യനും യോഗ്യമായ വാക്കുകളായിരിക്കണം എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ യുവജനങ്ങളെ അതിന് പ്രാപ്തരാക്കാം, നമ്മുടെ മധ്യവയസ്കരെ പ്രാപ്തരാക്കാം, പ്രായമുള്ളവരെയും പ്രായപ്രാപ്തരാക്കാം. പലപ്പോഴും പ്രായമുള്ളവർ തങ്ങളുടെ മക്കൾ തങ്ങളെ ശിക്ഷിക്കുമ്പോൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ വരുമ്പോൾ, അല്ലെ തങ്ങൾക്ക് ഉചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ മക്കളെ പ്രാകുന്നത്
പ്രാകുന്നത്, വാക്കുകൊണ്ട് ശകാരിക്കുന്നതൊക്കെ നാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ ഉയർന്നവരായാലും താണവരായാലും മാതാപിതാക്കളായാലും കുട്ടികളായാലും വാർദ്ധക്യത്തിലുള്ളവരായാലും ഇല്ലാത്തവരായാലും അത് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മളെ വാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ അത് 100 പറയുമ്പോൾ 2 ഫലിക്കുമെന്നുള്ളത് ചരിത്രം തന്നെ, അല്ലെങ്കിൽ ലോകം നമ്മൾക്ക് അനുഭവം തന്നിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഭക്തിയുള്ളവരായാലും ഭക്തിയില്ലാത്തവരായാലും ഭക്തിയെന്ന് നടിക്കുന്നവരായാലും നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃത്യം അളന്ന് തിട്ടപ്പെടുത്തിയവരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ബേബി മലശ്ശേരി. എൻ്റെ ഫോൺ നമ്പർ 0916238290270 0916238290270. Another number 0919744645234. Thank you very much.